ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ കേസ് SP പുന്നക്കാടനെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിക്കണോ? അയ്യോ വേണ്ടായി. അദ്ദേഹത്തിന്റെ തിളയ്ക്കുന്ന ചോര ഒന്ന് ആറി തണുക്കുന്നവരെ അതേ ഒരു ഭാഗത്തിരുന്നുണ്ട്. അയാൾ ഈഗോയുടെ മജിസ്ട്രേറ്റാ. പിന്നെ താൻ എന്താ ഉദ്ദേശിക്കുന്നേ? ആ ദേവന്റെ കൂടെ നടന്ന അയാൾ അറിയാതെ അയാളുടെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ പറ്റിയവരാ. ഒരു CID പോലെ കണ്ടാൽ പോലീസാണെന്ന് തോന്നരുത്. അങ്ങനെ ആരെങ്കിലും ഇനി ഒരു ഡിപ്പാർട്ട്മെന്റ്? അങ്ങനെ ഇപ്പൊ ആലോചിക്കുമ്പോ ഒരാളുണ്ട്, ഒരു കൺഫേർഡ് IPS. വേഷം മാറി കേസ് പിടിക്കലൊക്കെയാണ് അയാളുടെ പരിപാടി. ഒരു കബീഷ്. കബീഷോ? ഓ സോറി, അത് അയാളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഇരട്ടപ്പേരാ. ബാലമാസികയിലെ ഒരു കുരങ്ങന്റെ പേരാ കബീഷ്. ഒറിജിനൽ പേര് ഇന്ദുചൂടൻ, മിണ്ടിയാൽ ചൂടാവും. മിസ്റ്റർ പുന്നക്കാടൻ, ആരാണ് ദേവൻ? എവിടെയാണ് ദേവൻ? ദേവന്റെ മുന്നിലാരാണ്? ദേവന്റെ പിന്നിലാരാണ്? അസൂയ. ഇതൊക്കെ അന്വേഷിക്കാൻ SP ആന്റണി പുന്നക്കാടൻ ഇനി മെനക്കെട്ടിരുന്ന് മനക്കോട്ട് കെട്ടണമെന്നില്ല. ഈ കേസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നരസിംഹം എന്നറിയപ്പെടുന്ന ഒരു രഹസ്യാന്വേഷകനെ DIG കൈമാറി. ഞാൻ അറിഞ്ഞത് ഡിപ്പാർട്ട്മെന്റിലെ കപീഷ് എന്നറിയപ്പെടുന്ന ഒരു ഓഫീസർക്ക് കൈമാറിയെന്നാണല്ലോ. കപീഷ്? കബീഷ് എന്നോ? രതീഷ്. ഞാൻ വിചാരിച്ചു ഡിപ്പാർട്ട്മെന്റിലെ ഇരട്ട പേര് വിളിച്ചതായിരിക്കും. ടീയോ കോഫി? കാപ്പി കാപ്പി. കോഫി സർ. എനിക്ക് കോപ്പി വേണം. കോഫി ഇപ്പൊ കൊണ്ടുവരും. ഞാൻ ആവശ്യപ്പെട്ടത് കോഫിയല്ല, കോപ്പി. കോപ്പിന്റെ ദേവനെ കുറിച്ചുള്ള സർവ്വ റെക്കോർഡ്സിന്റെ കോപ്പികൾ എനിക്ക് ഉടനെ കിട്ടണം. താൻ മസിൽ കൊണ്ട് അന്വേഷിച്ചത് ഞാൻ തലച്ചോറ് കൊണ്ട് അന്വേഷിക്കും. ഈ തലച്ചോർ എന്റെ ചോറാണ്. ദേവൻ നിസ്സാരക്കാരനല്ല. ഒടുക്കം താൻ തലച്ചോറെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഈ ചകിരിച്ചോറ് കൊലച്ചോറാകും പറഞ്ഞേക്കാം. താനൊന്ന് വന്നേ. ഈ കേസ് ഞാനൊരു പുതിയ രീതിയിലാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ന്യൂ സ്റ്റൈൽ ആൻഡ് ന്യൂ ഗെറ്റപ്പ്. പാചകക്കാരനായിട്ടാ? താനെങ്ങനെ അറിഞ്ഞു? കുലത്തൊഴിൽ ഇയാൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ. താൻ അറിയുന്ന ആ പഴയ ഇന്ദുചൂടനല്ല, സമൂഹം നരസിംഹം എന്ന് പറയുന്ന. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഹരീഷ്? കബീഷ് എന്നോ? കബീഷ് അല്ലടോ, ഹാരിഷ്. ഇയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഇയാൾ തരുമോ? Will you please get out? ഈ ഗെറ്റ് ഔട്ട് കുറച്ച് നേരത്തെ അടിച്ചിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോയിനെ. Why are you late, man? കബീഷ്, രതീഷ്, സതീഷ്, ഹരീഷ്. ആരെങ്കിലും ആവട്ടെ, come with me. Stupid. ഹലോ ഹലോ. കട്ടായി. ഇതെന്താ സാർ, അതിനകത്ത് തോക്കല്ലേ വെക്കേണ്ടത്? നമ്മളായിട്ട് എന്തിനാണോ ശത്രുവിന്റെ കയ്യിൽ ആയുധം കൊണ്ട് കൊടുക്കുന്നത്? സോറി സർ. തനിക്കത്ര കണ്ണില്ലേ? ഉണ്ട് സർ. സാർ നരസിംഹം? അതെ, ഞാൻ തന്നെ. അരുൺകുമാർ വധക്കേസിലെ പ്രതിയായിരുന്ന ദേവനെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ ചുമതല ഇപ്പൊ ഈ സാറിനാ. റിയലി? പോലീസോ പോലീസിന്റെ വേഷം കെട്ടി പൊട്ടനോ? അല്ല സാർ, ഞാൻ ഇതൊക്കെ പുറത്തു പറയാമോ? ഇക്കാര്യം നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. സർ, മിസ്റ്റർ ജയചന്ദ്രൻ നായർ ഒരു സീനിയർ ഓഫീസറെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ താങ്കൾ മറന്നോ? താങ്ക്സ്. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ? ഒരു നായരെ കൊണ്ട് ഞാൻ സല്യൂട്ട് അടിപ്പിച്ച്. ഹലോ ദേവ, ഞാനാ ജയചന്ദ്രൻ. എന്താ ചേ? ദേവനെ കുറിച്ച് ഒരു രഹസ്യാന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. SP ഇന്ദുചൂടൻ. ഏത് നിമിഷവും അയാൾ അവിടെ എത്താം, സൂക്ഷിക്കണം. ആളെങ്ങനെ ഇരിക്കും? ഒരു SP ആണെന്ന് ഒരിക്കലും പറയില്ല. പിച്ചക്കാരന് ലോട്ടറി അടിച്ച ലുക്ക. ജയ, ഒരു നീഗ്രോ ലുക്കുള്ള ഒരുത്തൻ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അത് അയാൾ തന്നെ ആയിരിക്കും. പിന്നെ സംസാരിക്കുമ്പം നരസിംഹം നരസിംഹം എന്ന വാക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കും. അപ്പൊ ഉറപ്പിച്ചോ അത് മറ്റാരുമല്ലെന്ന്. ഇയാളവിടെ നിൽക്കേ. ദേവാ, പുറത്തൊരു മലയാളി നീഗ്രോ കുക്കിന്റെ പണി വേണമെന്ന് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നു. ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നില്ല. എനിക്ക് ദേവനെ കാണണമെന്ന്, പാചകത്തിൽ അയാൾ ഒരു നരസിംഹമാണെന്ന്. സെക്രട്ടറി, അയാൾ ഒരു SP ആണ്. പോലീസ്? അയാളകത്തേക്ക് വിളിച്ചു വരുത്താം, നമുക്കൊരു പണി കൊടുക്കാം. വിളിക്കല്ല, കയറി വരാൻ പറഞ്ഞു. സർ, ഐ ആം അപ്പച്ചി. പേരിലും രൂപത്തിലും ഞാനൊരു ഫോറിനായി തോന്നുമെങ്കിലും ഞാൻ കറുതിരുന്ന മലയാളിയാണ്. പക്ഷെ കണ്ടാൽ കരിപുരണ്ട മലയാളിയാണെന്ന് തോന്നുന്നു. No, last 10 years I was in Africa in the post of a cook. ആഫ്രിക്കയിലെ ഏത് പോസ്റ്റ് ഓഫീസിൽ എന്നാ പറഞ്ഞേ? പാചകത്തിൽ ഞാനൊരു നരസിംഹമാണെന്നാണ് ആഫ്രിക്കൻസ് പറയാറുള്ളത്. പിന്നെന്താ താൻ ആഫ്രിക്ക വിട്ടത്? ഇയാൾ ആഫ്രിക്ക വിട്ടതായിരിക്കില്ല സാർ, ആഫ്രിക്ക ഇയാളെ വിട്ടതായിരിക്കും. അല്ല, ഇവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരൊക്കെ ഹോട്ടലിൽ നിന്ന് ആഹാരവും കഴിച്ച്
പാഴ്സലും വാങ്ങി ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു കുക്കിന്റെ പോസ്റ്റ് ഉണ്ടെന്ന്. ഔട്ട്ലുക്കിൽ എന്റെ സ്റ്റാറ്റസിനെ പറ്റിയ വീടായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. സാർ, ഒരു പാചകക്കാരൻ ഇഷ്ടപ്പെടുന്ന രൂപമാണ് ഇവിടെ എല്ലാവരുടെയും. കണ്ടാൽ അറിയാൻ നല്ല തീറ്റക്കാരാണെന്ന്. സാർ, നിങ്ങളൊക്കെ ഞാൻ തീറ്റിച്ച് കൊല്ലും. ശമ്പളം എനിക്ക് പ്രശ്നമല്ല, അത് ഡിപ്പാർട്ട്മെന്റ് തന്നോളും. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഫുഡ് ബിവറേജ് കോർപ്പറേഷൻ. വിവരമുള്ളവനാ, നിർത്താനല്ലേ. വല്ലപ്പോഴും ചായക്ക് പറയാനും അമ്മയ്ക്ക് പറയാനും ഒരാളായല്ലോ. ആച്ചാ. ആ, അച്ഛനും പറയാം. അച്ഛാ, എന്നാ നീ താങ്ക്സ് ശുക്രിയ. എന്നാ കൈനീട്ടം കൊടുത്ത് അകത്തേക്ക് കയറ്റിവിട്. താങ്ക് യു സാർ. ഇവിടുന്നാണോ കൈനീട്ടം? ഇവിടുന്നാണോ? ഐശ്വര്യമായിട്ട് തന്നോളൂ. കുരിച്ചീർത്ത് കൈനീട്ടി ഇരിക്കുന്നതിനാണോ കൈനീട്ടം എന്ന് പറയുന്നത്? അല്ല, ഒരു പാചകക്കാരൻ വീട്ടുകാരനെ തിരിച്ചടിക്കുമോ എന്നറിയാനുള്ള ടെസ്റ്റിംഗ്. നടയടി. ഓ, ഇവിടെ നടയടി ഉണ്ടെന്നൊരു ക്ലൂ തരാമായിരുന്നു. ഇതിപ്പോ നടയടി. ചായ മോശമായാൽ ഉടനടി. മനസ്സിലായല്ലോ? ചെല്ല്. ഇതൊരു നടക്ക് പോണ കേസല്ല. ഓ, ഇത് മഹീന്ദ്രൻ, ജസ്റ്റിസ് വിശ്വനാഥന്റെ ഇളയ മകൾ പത്മിനിയുടെ ഭർത്താവ്. ബാംഗ്ലൂരിൽ റിസോർട്ട് നടത്തുന്നു. ഇതാണ് ഗണേശൻ, ജസ്റ്റിസിന്റെ മൂത്ത മകളുടെ മകനാണ്. മഹീന്ദ്രന്റെ ബിസിനസ്സിൽ ഗണേശന് പങ്കാളിയാണ്. ദേവ്ജി, ഈ മാസം 25-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിന് 20 ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. പറയടാ, അന്ന് നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഗണേശനും മഹേന്ദ്രനും എന്റെ ബന്ധുക്കളാ. ഏത് കോടതി നിന്നെ വെറുതെ വിട്ടാലും ദേവന്റെ കോടതിയിൽ നിനക്ക് ഒറ്റ ശിക്ഷയേ ഉള്ളൂ. കുടിക്കാൻ എന്തെങ്കിലും? ഇവിടുന്ന് ഇരിപ്പില്ല, അടുക്കളയിൽ എങ്ങനെ പോയി കുടിക്കാം. അയ്യോ, എനിക്കല്ല സാറിന്. വേണ്ട വേണ്ട. സാറിന് ഞാൻ കടി തരട്ടെ? ഉണ്ടംപൊരി. ഞങ്ങളുടെ നാട്ടിൽ വൈകുന്നേരത്തെ പലഹാരത്തിന് കടി എന്നാ പറയാറുള്ളത്. വേണ്ട, താൻ ആ ഹാളിലിരിക്കുന്ന വേസ്റ്റ് ബോക്സിംഗ് എടുത്ത്. താൻ ഈ കവറൊട്ടിച്ച് ശങ്കരേട്ടനെ കൊടുക്കണം. ഇന്നത്തെ കൊറിയറിൽ പോണ്ട. അതെ, തുറന്ന് വായിക്കരുത്. മാധവമേനോൻ തിരുവമ്പാടി, ഈ കൊറിയർ എന്റെ കരിയർ മാറ്റിമറിക്കും. ഇതാ കണ്ടില്ലേ, ഊരും പേരും ഇല്ലാത്ത ഏതോ ഒരുത്തൻ അയച്ചിരിക്കുന്ന ഊമക്കത്ത ഇത്. ഈ നിൽക്കുന്ന ഗണേശനും മഹീന്ദ്രനും രാജ്യം കണ്ട പരമാവധി ശിക്ഷയാണ് ഇതിൽ വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ. ജനുവരി 25-ാം തീയതി, അതായത് മറ്റന്നാൾ വൈകിട്ട് 3 മണിക്ക് മുമ്പ് വിധി നടപ്പാക്കുമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. സാർ വായിച്ചു നോക്ക്. ബാലേട്ട, നിങ്ങൾക്കൊക്കെ എന്തിന്റെ അസുഖ? ആരോ അയച്ച ഊമക്കത്തിന്റെ പേരിൽ ഇക്കണ്ട പോലീസിനെ എല്ലാം വിളിച്ചു വരുത്താൻ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അതിൽ ആരും ഇടപെടണ്ട. ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല മഹീന്ദ്ര. നിനക്ക് ഓർമ്മയില്ലേ, അരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പും ഇതുപോലെ ഒന്നും ഇവിടെ വന്നിരുന്നു. അന്ന് ബാലേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. സർ, അരുൺ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്നും ഇവിടെ ആരും കരകയറിയിട്ടില്ല. മറ്റൊരു ദുരന്തം കൂടെ താങ്ങാനുള്ള ശേഷിയില്ല ഞങ്ങൾക്ക് ആർക്കും. എങ്ങനെ നേരെയാകരാ? ഈ പുതുവർഷം ഇയാളെയല്ലേ കണി കണ്ടത്? അപ്പൊ എന്റെ കാര്യോ? ഞാൻ നിങ്ങളെയൊക്കെ അല്ലേ കണി കണ്ടത്? താനെന്താണ് മാറിയിരിക്കുന്നേ? നത്തിങ് സർ. ഡോ, എനിക്കൊരു സംശയം. ആ ദേവൻ തന്നെയല്ലേ ഇതിന്റെയൊക്കെ പിന്നിലെന്ന്? നിരപരാധിയാണെന്നും പറഞ്ഞ് കോടതി അയാളെ വെറുതെ വിട്ടതും അയാളുടെ ധീരതയെ അഭിനന്ദിച്ചതും അയാളെ കുറ്റവാളിയാക്കിയതിന്റെ പേരിൽ ഞാൻ അടക്കമുള്ള പോലീസുകാർ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഷഡ്ജം കീറി നിൽക്കുന്നത് സാർ കണ്ടതല്ലേ സാർ? പിന്നെ എന്തിനാണ് സാർ വെറുതെ ആ പാവം ദേവനെ? ആന്റണി, എനിക്ക് മനസ്സിലാവും തന്റെ ഈ ആത്മരോഷം. അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരുടെ പരാതിയെ തുടർന്ന് ദേവനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതും നിന്റെ ഈ ചൂടൻ സ്വഭാവം കൊണ്ടാണ്. ഈ ചൂടനെ ഒഴിവാക്കിയിട്ട് പകരം പ്രഗത്ഭനായ ഇന്ദുചൂടനെ സാർ കേസന്വേഷണം ഏൽപ്പിച്ചിരിക്കല്ലേ? വിളിച്ചു ചോദിക്കണം സാർ, വല്ല കച്ചിത്തുരുമ്പം കിട്ടിയോന്ന്. യു ആർ റൈറ്റ്. എടോ,
അയാളിപ്പോ ആ ദേവന്റെ ഗസ്റ്റ് ഹൗസിലെ പാചകക്കാരനാണ്. ആ ബെസ്റ്റ്. അയക്ക പറ്റിയ പണി അതാ. തന്റെ ഫോണല്ലേ എടുക്കണോ? ഫാദറാ, ആഫ്രിക്കൻ ഫാദർ. ആഫ്രിക്കൻ പായലെന്ന് കേട്ടിട്ടുണ്ട്. ആഫ്രിക്കൻ ഫാദറോ? ഫാദറോ? താനിപ്പോ എവിടെയാ? ഞാനിപ്പോൾ ദേവന്റെ അടുക്കളയിൽ മീൻ പുറത്തോണ്ടിരിക്കുകയാണ് സർ. ഓവർ ഓവർ. ആരാടോ ഓവർ? ഹലോ, 2 പെഗ് അടിച്ച ഉടനെ ഓവർ ആവുന്നതല്ല ശങ്കരൻ. ഓവർ. അവിടെ എന്താ ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെ? പടക്കമല്ല സർ, എന്റെ കരണം പൊട്ടിയ ശബ്ദം കേട്ടത്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. അത് കുഴപ്പമില്ല സാർ, സാറ് പറഞ്ഞോളൂ. എടോ, അവിടുന്ന് ആരെങ്കിലും ഒരു കൊറിയർ അയച്ചിട്ടുണ്ടോ എന്ന് അറിയാവോ? തിരുവമ്പാടിക്ക് വന്ന കൊറിയർ അല്ലേ? അതെ. അത് ഞാനാണല്ലോ ഒട്ടിച്ചയച്ചത്. കൊറിയർ അവിടുന്ന് അയച്ചതെന്ന്. എടോ, അതിനെ മാറ്റം താൻ വായിച്ചോ? വായിച്ചെന്ന് മാത്രമല്ല, അതിന്റെ ഫോട്ടോ സ്റ്റാറ്റും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈസ് ബ്രില്യന്റ്. കണ്ട് പഠിക്കടോ. താൻ ആ മാറ്റർ ഒന്ന് വായിച്ചേ. കേക്കടോ. മലബാർ മത്തിക്കറി ഉണ്ടാക്കുന്ന വിധം. കഴുകി വൃത്തിയാക്കിയ മത്തി 2 കിലോ, മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, കുടംപുളി 50 ഗ്രാം, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 50 ഗ്രാം, പച്ചമുളക് അല്പം പിളർന്ന്. കത്തി കീറുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോ മത്തി കീറുന്നതിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺ സെൻസ്. സർ, ഐ വിൽ സാക്ക് ദ കൾപ്രിറ്റ്സ്, എല്ലാ തെളിവുകളോടും കൂടി. ബട്ട് വൺ തിങ്, ഈ കേസിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എനിക്ക് മാത്രമായിരിക്കും. എനിക്ക് പാരലായി മറ്റൊരു ഓഫീസറും ഉണ്ടാവാൻ പാടില്ല. എന്നോട് ആജ്ഞാപിക്കാനും എന്നെ നിയന്ത്രിക്കാനും സാറല്ലാതെ മറ്റൊരു സുപ്പീരിയറും ഉണ്ടാവാൻ പാടില്ല. Are you confident? സർ. Agreed. You will investigate this case. Thank you, sir.